കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 20 ലക്ഷം രൂപ പിഴയും കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2 ജീവപര്യന്തവും വെവ്വേറെ അനുഭവിക്കണം. ഗോകുൽ ഉണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചത്. എത്തരത്തിലാണ് ശിക്ഷാവിധി? നിലവിൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി ഈ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ അന്തിമ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 20 ലക്ഷം രൂപയും അതിനോടൊപ്പം പിഴയടയ്ക്കുന്ന ശിക്ഷ കൂടി വിധിച്ചിട്ടുണ്ട്. ഒപ്പം 2 ജീവപര്യന്തവും ഒരുമിച്ച് അനുഭവിച്ചാൽ പോരാ, രണ്ടും രണ്ടായിട്ട് തന്നെ അനുഭവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആയുധം കൈവശം വെച്ചതടക്കമുള്ള വിവിധ വകുപ്പുകൾക്ക് കൂടി ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷയായിട്ട് 8 വർഷവും 3 മാസവും കൂടി ശിക്ഷ അനുഭവിക്കണം. അതിനുശേഷം വേണം ജീവപര്യന്തത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആകെ ഇരട്ട ജീവപര്യന്തവും അതുകൂടാതെ ഒരു 8 വർഷം 3 മാസത്തെ ജയിൽ ശിക്ഷ കൂടി അദ്ദേഹത്തിന് അനുഭവിക്കണം. അതോടൊപ്പം തന്നെ 20 ലക്ഷം രൂപയുടെ പിഴ ശിക്ഷയും കോടതി വിധിച്ചിരിക്കുകയാണ്. ഒപ്പം 2022 മാർച്ച് 7-നായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ കരുമ്പാനയിൽ എന്ന് പറയുന്ന കുടുംബത്തിൽ സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ കയ്യേറ്റത്തിനിടെ സഹോദരനെയും അമ്മയുടെ സഹോദരനെയും കാഞ്ഞിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള ജോർജ് കുര്യൻ എന്ന് പറയുന്ന പ്രതി വെടിവെച്ച് കൊലപ്പെടുത്തിയതായിരുന്നു ഈ കേസ്. നിലവിൽ അതിനുശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കേസിന്റെ വിചാരണ നടപടികൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നു വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ കേസിന്റെ അന്തിമ വിധി ഉണ്ടായിരിക്കുകയാണ്. നിലവിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് പോകാൻ തോന്നുന്നു. കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തവും 20 ലക്ഷം രൂപ പിഴയും എന്നുള്ളതാണ് കോടതി പ്രതിക്ക് വിധിച്ച ശിക്ഷ. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഇതിൽ ഈ ഇരട്ട ജീവപര്യന്തം എന്നുള്ളത് ഈ 2 ജീവപര്യന്തവും വെവ്വേറെ തന്നെ അനുഭവിക്കണം എന്നുള്ളതാണ് കോടതിയുടെ ഇക്കാര്യത്തിലെ നിരീക്ഷണം. സഹോദരനെയും മാതൃ സഹോദരനെയുമാണ് ഇത്തരത്തിൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പ്രതി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. കാഞ്ഞിരപ്പള്ളിയിലാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്. കേസ് ഒരു നിർണായക കേസായിരുന്നു. 2 പേരെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ഈ ശാസ്ത്രീയ തെളിവുകളൊക്കെ നിർണായകമായ ഒരു കേസ് കൂടിയാണ്. അതല്ല, അത് ടീമായിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. അന്ന് കാഞ്ഞിരപ്പള്ളി സി ആയിരുന്ന റിജോ, പിന്നെ അതുപോലെ തന്നെ മുണ്ടക്കയം CI ഷൈൻകുമാർ, പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അത് കൃത്യമായിട്ട് സഹായിച്ചു. എല്ലാവരുടെ ടീമായിട്ടാണ് നമ്മൾ. അതുമല്ല, ഫോട്ടോഗ്രാഫർ നമ്മൾ ഓരോ കൃത്യം ചെയ്യുമ്പോഴും, അതായത് ഓരോ മഹസർ എഴുതുമ്പോഴും ഒക്കെ തന്നെ ഫോട്ടോഗ്രാഫർ കൃത്യമായിട്ട് അത് ഫോട്ടോ എടുക്കുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആവശ്യകതയെന്ന് പറയുന്നത് കൃത്യമായിരിക്കണമല്ലോ എന്നുള്ളതാണ്. അതുപോലെ കൃത്യമായ സാക്ഷികൾ അവരുടേതായ ഭാഷയിൽ തന്നെയാണ് അവർ പറഞ്ഞത്, മൊഴികളും. അതൊക്കെ നമുക്ക് വളരെ സഹായമായിരുന്നു. പിന്നെ നമ്മൾക്ക് പ്രോസിക്യൂഷന് വേണ്ടി നടന്ന അജയൻ സാറ് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തു. അങ്ങനെയാണ് ശിക്ഷ കിട്ടാൻ തന്നെ സാധ്യമായത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി തന്നെയാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഗോകുൽ തുടരുന്നുണ്ട്. ഗോകുൽ, ഈ അതിക്രൂരമായ കൊലപാതകമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അർഹമായ ശിക്ഷ തന്നെ കിട്ടി എന്നുള്ളതാണോ പ്രോസിക്യൂഷന്റെ വിലയിരുത്തൽ? പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള ശിക്ഷാവിധി തന്നെ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കൂട്ടലായിട്ടാണ് ആ കൊലപാതകം നടത്തിയത് എന്നുള്ളത് തെളിയിക്കാൻ കൃത്യമായിട്ട് പ്രോസിക്യൂഷന് കോടതിയിൽ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അനുയോജ്യമായിട്ടുള്ള ശിക്ഷാവിധി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നതെന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണവും നമ്മൾ കേട്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ഈ കേസിൽ പഴുതുകളടച്ചുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കേസിന്റെ 2 വർഷം നീണ്ടുനിന്ന ആ ഒരു വിചാരണ വേളയിൽ 76ഓളം സാക്ഷികളെ
ധരിക്കുകയുണ്ടായി. ഒപ്പം 278ഓളം രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാക്കി. അത് കോടതി കൃത്യമായിട്ട് പരിശോധിക്കുകയുണ്ടായി. 25ഓളം തൊണ്ടിനൂലുകളും കൃത്യമായിട്ട് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്തിമ ശിക്ഷാവിധിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഒപ്പം ഈ പ്രതിക്കെതിരായിട്ട് IPC 302, 449, 502, അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആയുധ നിയമം 30 തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരുന്നത്. ഈ വകുപ്പുകൾ കൃത്യമായിട്ട് തെളിയിക്കാനായിട്ടുണ്ട് എന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള വകുപ്പുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ആംസ് ആക്ട്, ഈ ആയുധം കൈവശം വെച്ചതടക്കമുള്ള കുറ്റകൃത്യങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഒരു 8 വർഷം 3 മാസം ശിക്ഷ അനുഭവിക്കേണ്ടത്. അതിനുശേഷം കൊലപാതകമടക്കമുള്ള മറ്റു കുറ്റകൃത്യങ്ങൾ. ശരി, എന്നാലും കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് സഹോദരനെയും മാതൃ സഹോദരനെയും കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ കോടതി ശിക്ഷാവിധി നടത്തിയിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം, ഒപ്പം 20 ലക്ഷം രൂപ പിഴ എന്നുള്ളതാണ് കോടതിയുടെ ശിക്ഷാവിധി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ്.